എല്ലാം കൊണ്ട് നല്ലൊരു എന്റർടൈനറാണ്. ഈ കാലഘട്ടത്തിൽ പറ്റിയ ഫിലിമാണ്, ഈ കാലഘട്ടത്തിൽ ഇറക്കേണ്ട ഫിലിമാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആദ്യമായിട്ടേക്ക് മമ്മൂട്ടിയുടെ പടം 100 കോടി ക്രോസ് ചെയ്യണം. ഭയങ്കര ലേറ്റായി. ഗൗതമിന്റെ ഡയറക്ടർ നോക്കിയിരുന്നാണ്. ഞാൻ മമ്മൂട്ടിക്ക് ഹ്യൂമർ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാ എലമെന്റ്സും ഉണ്ട്. നല്ലൊരു എന്റർടൈനറാണ്, ക്ലാസ് എന്റർടൈനറാണ്. എന്തായാലും ലാലേട്ടൻ പഠിക്കേണ്ട മമ്മൂട്ടിയുടെ ഇതാണ് ഇപ്പോഴത്തെ ഓഡിയൻസ് പറ്റിയ മൂവി, ഈ കാലഘട്ടത്തിൽ പറ്റിയ മൂവി. അത് ആ പൾസ് ശരിക്കും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പടം എന്താ ലേറ്റായി. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറൊരു അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എനിക്ക് ലാഗ് തോന്നിയില്ല. അത് എന്റെ അഭിപ്രായമല്ലേ. എനിക്ക് എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ. അതിന് അതിന് ഇടപെട്ട ആവശ്യം എന്താണ്? അത് ഇടപെട്ട ആവശ്യം അയക്കണ്ടല്ലോ. എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലേ. എനിക്ക് ലാഗ് തോന്നിയില്ല. അയാൾക്ക് ലാഗ് തോന്നിയില്ല. അയാൾക്ക് ലാഗ് തോന്നി ഞാൻ ലാഗ് ഉണ്ടെന്ന് പറയണോ? അയാൾ പറയും ലാഗ് ഉണ്ട്. അയാൾക്ക് ലാഗ് വേണം തോന്നി എനിക്ക് ലാഗ് ഞാൻ പറയണം. മനസ്സിലായിട്ടില്ല. പണ്ട് ജയിലൊന്നും വയറിലായി പോലെ വയറിലാണ് ശ്രമം തോന്നും. അല്ലെങ്കിൽ വലിയ മോളെ ഫാൻസ് അല്ലായിരിക്കും. പടം നല്ല ഗംഭീര സിനിമ. മമ്മൂക്കന്റെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. പിന്നെ ഡൊമിനിക്കുന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുരേഷാണെങ്കിലും അടിപൊളി പടമാണ്. ഒരു രക്ഷയില്ല. ഒരു ആവറേജ് പോലും പറയാൻ പറ്റാത്ത പടമാണ്. ഒരു വയലിനെ ലാഗോടെ കൊണ്ടുപോയി അവസാനം ഒരു ട്വിസ്റ്റ് പോലും ഇല്ലാത്തൊരു പടം. സാധാരണ ഒരു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡിറ്റക്റ്റീവ് ഒരു ആ ലെവലിൽ പ്രതീക്ഷിച്ച പടം അവസാനം ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു. അത്ര വലിയ ട്വിസ്റ്റൊന്നുമല്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് വന്നു പോയത്. ഒരു ഗൗതം വാസുദേവ മേനോന്റെ പടം നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ വന്നു. മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ ആദ്യത്തെ പൊട്ട പടമാണ്. ഈ സീരീസ് ഇവിടെ തുടങ്ങാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പൊട്ടപ്പടം വന്നാൽ ഇനി മാല പോലെ പൊട്ടാതിരുന്ന ഭാഗ്യം. അത്രയും തല്ലിപ്പൊളി പടം. വളരെ ലാഗാണ്, കണ്ടിരിക്കാൻ ഒന്നും കൊള്ളില്ല. അത്രയും ലാഗായിട്ട് നമ്മൾ ഇരിക്കുന്നു. ഒരു ട്വിസ്റ്റും ഇല്ല, ഒരു പിന്നെ സസ്പെൻസ് ഒന്നുമില്ല. വളരെ audience, I was actually expecting everybody to like laugh or like applaud. So that was happening. I just loved it watching with them. ഡൊമിനിക് അടിപൊളി. ഞാൻ അഭിനയിച്ചിട്ടില്ല അതിൽ, കിട്ടില്ലെന്ന് പറയാം. മമ്മൂക്കയുടെ പടല്ലേ നല്ല പടം, നല്ല പടം. ഡൊമിനിക് അടിപൊളി പടമാണ്. ഇപ്പൊ നമ്മുടെ പടം നാളെ റിലീസാണ്, ബെസ്റ്റ് നാളെ റിലീസാണ്. അതും കൂടെ കാണുക, ഇതിന്റെ കൂടെ ഒരു സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. കാരണം അഭിപ്രായം ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സിനിമ ആവറേജ് പോലും തോന്നുന്നില്ല എനിക്ക്. കാരണം മമ്മൂട്ടി കമ്പനിയിൽ ഇത്രയും നല്ലൊരു മോശം സിനിമ എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവില്ല. കാരണം മമ്മൂട്ടി ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന് വളരെയധികം ബഹുമാനമുള്ളതാണ്. 2024 എത്രയും മികച്ച സിനിമകൾ ചെയ്ത ഒരു നടനാണ് അദ്ദേഹം. എങ്ങനെയാണ് ഈ കഥ തെരഞ്ഞെടുത്തതെന്നും ഇത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് എന്താണ് പുള്ളിക്ക് പറ്റിയെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ വളരെ പരിതാപകരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സിനിമ നമ്മൾ പറഞ്ഞാൽ കണ്ടിരിക്കാം, ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയ സസ്പെൻസ്, അങ്ങനെ വലിയ ട്വിസ്റ്റ് ഇതൊന്നും ഇല്ല. എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ളൂ. അവസാനം ക്ലൈമാക്സിലേക്ക് കടന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം തിയേറ്ററിൽ ഇങ്ങനെ ഒരു സിനിമ അദ്ദേഹം ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനിയെങ്കിലും അദ്ദേഹം ഇത്രയും നല്ല നടനല്ലേ, ഇത്രയും സിനിമകൾ വിജയിപ്പിച്ചതാണ്. വളരെ വിഷമമുണ്ട്. കാരണം നമ്മളൊക്കെ എത്ര പ്രതീക്ഷയോടെയാണ് മമ്മൂക്കയുടെ ചിത്രം കാണാൻ തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് പ്രേക്ഷകനെ നമുക്ക് ഒരു അല്പം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു മമ്മൂക്ക. അത്രയൊക്കെ ഉള്ളൂ. വലിയ ഒന്നും സംഭവങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല. മമ്മൂട്ടി കമ്പനി ഇത് ഈ സിനിമ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും എന്നാലും കുഴപ്പമില്ല. അവസാനം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഗൗതമന്റെ ആദ്യത്തെ മലയാളം സിനിമ. പുള്ളിയുടെ തമിഴ് പടം പോലെയൊന്നും ഒരു സ്പീഡില്ല. അതാണ് ഒരു പ്രശ്നം. നമ്മൾ ഗൗതമൻ വാസ്തവന് ഒരു ക്രൈമൊക്കെ ഇട്ടിട്ട് ഭയങ്കര സ്പീഡ് പടമല്ലേ കണ്ടിട്ടുള്ളത്. ആ ഒരു സ്പീഡിലല്ല പടം പോകുന്നത്. ആ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല.
കുഴപ്പമില്ല, നല്ല വെറൈറ്റി മൂഡ് പടം, നല്ല രസമുണ്ട്. ബിഗ് ബി പോലൊന്നും അല്ല, ഷൈലൊക്കെ പോലൊന്നല്ല, അതുകാട്ടി പടം. ഡൊമിനിക്ക് ആ പേരിട്ട് ഫാമിലി പടം വെച്ച് ഇതാണ് ഈ ഡിറ്റക്റ്റീവിന്റെ കഥ തന്നെ. അത് പക്ക നമുക്കടെ തമാശ ഉണ്ട്. അതാണ് അത് ഫസ്റ്റ് പറയാം, അത് ലാസ്റ്റ് വരെ അതൊക്കെയാണ്. പിന്നെ മക്കളെ ഡാൻസും കോമഡിയും മിക്സ് ആയിട്ടുള്ള പടം, അതാ പറഞ്ഞ പക്ക വെറൈറ്റി പടം. കാരണം ഇത്ര പടം നമുക്ക് ചെയ്ത് അതേപോലല്ല ഈ ലുക്കും ഇതൊക്കെ, അതിങ്ങനത്തെ വ്യത്യസ്തമാണ്. നമ്മള് വ്യത്യസ്ത ചെയ്തല്ലോ, പക്ക വെറൈറ്റിന്ന് പറയാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ പറയില്ലല്ലോ. ഇത് അങ്ങനത്തെ പടം എന്നാ കാണാൻ ഇട്ടത് തോന്നി. പിന്നെ ഇതങ്ങനെയുള്ളൂ. ഇനിയിപ്പോ മറ്റത് ഡോൺ മോളിലാവും, ഏത് ബസൂക്ക, അത് വേറെ കഴിഞ്ഞാവും. ഇത് ഒരു കുഴപ്പമില്ല, ക്ലാസ് പക്ക ക്ലാസ്. ചില ട്രോളുകൾ, സെൽഫ് ട്രോളുകളായിട്ടുള്ള ജോക്കുകളും കോമഡികളും ആ ഒരു ലൈൻ നന്നായിരുന്നു. പക്ഷെ പടത്തിന്റെ ഭയങ്കര ഒരു സ്ലോ പേസ് പടത്തിനൊരു തീരെ സഹായിക്കുന്നില്ല എന്ന രീതിയിലാണ് സിനിമയ്ക്ക് വന്നത്. ടോട്ടൽ നോക്കിയ ഒരു ആവറേജ് അനുഭവമാണ് ഡൊമിനിക്ക്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഒരു സമയത്ത് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൂടെ കണ്ടിട്ട് ഇപ്പം മമ്മൂട്ടിയും ഗോകുലിനെയും കൂടെ കാണുമ്പോൾ ഭയങ്കര കോമ്പോ ഉണ്ടായിരുന്നു. നന്നായിരുന്നു. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഷുവർ. കാര്യം ഞങ്ങളൊക്കെ ഭയങ്കര ഹോപ്പ്ഫുള്ളി നോക്കിക്കൊണ്ടിരുന്ന ഒരു മൂവിയാണ്. ഉറപ്പായിട്ടും ഒരു ഹിറ്റിലോട്ട് തന്നെ പോട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതലിട്ടുകൊണ്ട് പോണ്ട, ലാസ്റ്റ് നല്ല സിനിമ. കാരണം ഒരു കേസ് അന്വേഷണ സിനിമ ഗംഭീരമായിട്ട് ചെയ്തു. പിന്നെ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടൻ്റെ മകൻ ഗോകുല്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇന്ന് കയറി വരുന്നത്. കാരണം മമ്മൂക്ക സപ്പോർട്ട് ചെയ്തു ആർട്ടിസ്റ്റിന്. പിന്നെ മലയാളത്തിലെ ഗൗതം മേനോൻ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വേറെ ലെവലാ. കാരണം നമ്മുടെ അണ്ണനെ പോലെ തന്നെ കോട്ട് സൂട്ടൊക്കെ ഇട്ടാണ്. പിന്നെ വേറെ ലെവലാണ് മമ്മൂക്ക. കാരണം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരിക്കലും ഇല്ല ലാഗ് പറഞ്ഞ് ഏത് തെണ്ടിയാ പറഞ്ഞേ ലാഗോ ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞങ്ങള് മമ്മൂക്കാരെ പൊക്കി പറഞ്ഞല്ല, ഒരു ലാഗും ഇല്ല. കാരണം ഈ പടം കണ്ടിരിക്കാനുണ്ട്, ബോറടിയില്ലാത്തൊരു സിനിമയാണ്. കാരണം ഈ പ്രായത്തിലും അദ്ദേഹം ചെറുപ്പക്കാരെ പോലെ അഭിനയിക്കുക. ഈ കാലത്ത് പറ്റിയ സിനിമയല്ലേ ഫൈറ്റ്. നമ്മുടെ മൂവാറ്റ മമ്മൂക്ക ഫാൻസിന്റെ സെക്രട്ടറിയാണ്. മെമ്പറാണ്, സെക്രട്ടറി ഒന്നുമല്ല, മെമ്പറാണ്. അപ്പൊ ഇല്ലാത്ത നമ്മളൊന്നും തള്ളൂല. കാരണം ഇപ്പൊ ഇവിടെ ഒരു ലാഗ് അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ കയറി അടിച്ചാണ് ചോദിക്കേണ്ടി വന്നു. കാരണം ഒരിക്കലും പറയാം ഒരു സിനിമ നശിപ്പിക്കരുത്, ആണോ അല്ലയോ? കൊള്ളില്ലാതെ നശിപ്പിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നല്ല സിനിമ നല്ലതെന്ന് പറയണം. അതുപോലെ ഗംഭീരം ഈ പടത്തിനകത്ത് ഈ മനുഷ്യനോട് ചോദിച്ചേക്ക്. കാരണം ഈ മനുഷ്യൻ നെഗറ്റീവ് ആണ്, പക്ഷെ ഈ പടം പോസിറ്റീവ് ആണ്. അതാണ് കാരണം യഥാർത്ഥം പടം നല്ലതാണ്, നല്ലതെന്ന് പറയും. പിന്നെ ഞങ്ങൾ നേരിട്ട് തന്നെ ഗൗതം സാറിനോട് പറഞ്ഞു. കാരണം ലാലേട്ടന്റെ ആയാലും ആരുടെ ആയാലും പടം നമുക്ക് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. അറിയാലോ. കാരണം എന്ന് വെച്ചാൽ തമിഴ് പടങ്ങൾ അദ്ദേഹം ഒരു സിനിമകള് ഗൗതം സാറ് ചെയ്തു വെച്ചാൽ മലയാളത്തിലൊരു പരീക്ഷ സിനിമ തന്നെയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ട് എല്ലാ തിയേറ്ററിൽ വന്ന് കണ്ട ഒരു മൂവി. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഗംഭീരം. ഇതുപോലത്തെ ഒരു പെർഫോമൻസ് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുപോലത്തെ ഫൈറ്റ് ഒക്കെ നല്ല രോമാഞ്ചം കൊള്ളുന്ന ഫൈറ്റ്. പിന്നെ അതുപോലെ ഓരോ പുതുമുഖ ആർട്ടിസ്റ്റുകളും തമിഴിൽ നിന്നൊക്കെ അഭിനയിച്ചാണ് എല്ലാവരും അടിപൊളിയായിട്ട് നിൽക്കി. എന്നാലും ഇനി ഇതുപോലത്തെ സിനിമകൾ മലയാളത്തിൽ വരട്ടെ അല്ലേ? ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗൗതം സാറിന്റെ മമ്മൂക്കാനെ നേരിട്ട് കാണണം എന്നുള്ളത്. നമ്മുടെ പെരേരയ്ക്ക് കാണാനുള്ള പെരേരയ്ക്ക് മമ്മൂക്കാനെ കാണാൻ ഒരു അവസരം ഉണ്ടായി. അതിന്റെ കൂടെ ഞങ്ങളുണ്ടാവും. അങ്ങനെ അവസരം ഉണ്ടെന്നാണ് അവൻ പറയണത്. നല്ല നടക്കട്ടെ. ഓക്കെ, ഗംഭീരം. ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ബ്രില്യൻറ്റ് മൂവി. കഥയാണെങ്കിലും ക്ലൈമാക്സ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ട്വിസ്റ്റ് ഒക്കെ ഉള്ള ഒരു ക്ലൈമാക്സ് നന്നായിരുന്നു. എല്ലാ ആക്ടേഴ്സും നല്ലതായിരുന്നു. പുതിയതായിട്ട് വന്ന കുട്ടിയും അതുപോലെ തന്നെ ഗോകുലും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക, വി ലവ് യു, യു ഹവ് ഡൺ സച്ച് എ വണ്ടർഫുൾ. ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമ കണ്ടത്. ഭയങ്കര ഒരു ടേൺ എടുത്തു. അത് ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പടം കയറി. എനിക്ക് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പഴയൊരു മമ്മൂക്കെ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. കാരണം ആ പഴയൊരു മമ്മൂക്കയുടെ ഹ്യൂമറും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂക്കയുടെ കുറച്ച് സീരിയസ് കഥാപാത്രങ്ങളായിരുന്നല്ലോ നമ്മൾ കണ്ടോണ്ടിരുന്നത്. അപ്പോൾ ഈ മൂവിയിൽ മമ്മൂക്കയുടെ കോമഡിയൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കുറച്ച് നാളായിട്ട് മിസ് ചെയ്ത കോമഡിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പാട്ടുകാരനാണ്, സിംഗറാണ്, സ്റ്റുഡിയോ ഉണ്ട്, ആലുവേലി
നല്ലൊരു കാശുകാരനാണ്. എന്തിനാണോ വേണ്ടാത്ത